എണീറ്റല്ലോ, ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷെ ആരോ താങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല. ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതെ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ എടുത്തതും കാക്കിയുടുപ്പല്ലേ? എന്താ കള്ളനെ പിടിക്കാത്ത? ചെറിയച്ഛൻ ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ളൻ ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് അഴിഞ്ഞ് തറ കിടക്കത്തുണ്ടാവുള്ളൂ. അച്ഛൻ ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം. ആയി.